അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കിഷ്ടം പോലെ പണികൾ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ പറയുമല്ലോ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് പണി തന്നവർക്കൊക്കെ പണി കിട്ടുന്നത് ഈ പറയുന്ന പോലെ ഇൻസ്റ്റന്റായി ഇന്ന് എനിക്ക് പണി തന്നു നാളെ അവർക്ക് പണി കിട്ടും എന്നല്ല പറയുന്നത്. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മളത് കാണുന്നുള്ളതാണ്. നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി വർക്ക് ചെയ്ത് കൊടുക്കുക, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൺസിഡർ ചെയ്യാന്നുള്ളത്. ഇത് നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴേ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യപ്പെടുത്തില്ലേ? തീർച്ചയായിട്ടും നമ്മളത് മാനിപ്പുലേറ്റ്, നമ്മളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവും. അത് രശ്മി ചേച്ചിയല്ലേ അത് പറഞ്ഞാൽ മതി നിന്നോളൂ. ഞാൻ പറഞ്ഞു ഏതൊരു ഇപ്പൊ ഒരു കോയിന് ഇരുവശം ഉണ്ടെന്ന് പറയുന്ന പോലെ എല്ലാത്തിനും പ്ലസും മൈനസും ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം കുറെ കഴിയുമ്പോ നമ്മളത് കോട്ടയം വെക്കുന്നുണ്ടല്ലേ ഇവരെ നമ്മളെ മിസ്യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞിട്ട് നോ പറയേണ്ടത് ആ ഒരു ബോർഡർ ലൈൻ ഉണ്ടല്ലോ, ആ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയാൻ പഠിക്കണം. വിഷമം തോന്നുന്ന കുറെ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൈവെള്ളയെ തന്നിട്ട് പെട്ടെന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഞാൻ ചേച്ചിയെ പറ്റി കേട്ട ഒരു ഫീഡ്ബാക്കും എന്ന് പറയുന്നത് ഫ്രം മീഡിയ, ചേച്ചിയെ വർഷങ്ങളായിട്ട് അറിയുന്ന ആൾ തന്നെയാന്ന് വെച്ചു പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്ട്ഫുള്ളി എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പ്രൊഫഷണലിസം അറ്റ് ദ സെയിം ടൈം കീപ്പ് ചെയ്യുന്ന നമുക്ക് നമ്മുടെ ഒരു വർക്ക് എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ പറയുന്നല്ലേ ഒരാളെ കണ്ടിട്ട് നമുക്കതില് മാറ്റങ്ങൾ കൊണ്ടുവരാം ഇൻ എ ഗുഡ് വേ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയും, ഇപ്പം റീസെൻ്റ്ലി ഒരു വർക്ക് സ്പേസിൽ കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. പക്ഷെ നമുക്കറിയാം അന്ന് ആ ഷെഡ്യൂളിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ മുതൽ ആ ലൊക്കേഷൻ അവൈലബിൾ അല്ല. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് പറയാം ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല, ഒരു 10 മൊമെന്റ്സിൻ്റെ കാര്യമാണ്, എനിക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ വേണമെങ്കിൽ പറഞ്ഞാൽ അവർ സഹകരിക്കായിരിക്കും. പക്ഷെ എൻ്റെ മാനസിക പ്രശ്നം നമ്മൾ ചിന്തിക്കുന്നത്, എൻ്റെ വീട്ടിൽ ഒരു ടെക്നീഷ്യൻ ഉണ്ട്, അപ്പൊ നമുക്ക് ആ ടെക്നിക്കൽ വശം കൂടി നമ്മൾ ചിന്തിക്കും. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി ഞാൻ ഒന്ന് കടിച്ചു പിടിച്ച് നിന്നാൽ അതങ്ങ് തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു വലിയ ലോഡാണ് പോകുന്നത്. ഒരു പ്രൊഡ്യൂസറിന്റെ ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. സോ അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് പറ്റുമെങ്കിൽ നമ്മളത് ചെയ്ത് തീർത്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ്. ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയി അത് ചെയ്യും. എന്നാലും നമ്മൾ പറയും എന്നാലും വയ്യാന്നോണ്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ നമ്മൾ പറയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഇന്ന് ചെന്ന് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനത്തോടെ കിടന്നുറങ്ങാന്ന് പറയില്ല, ആരെയും ചതിക്കാതെയും പറ്റിക്കാതെയും വഞ്ചിക്കാതെ നമ്മുടെ ജോലി പൂർണ്ണമായി ചെയ്തു എന്നുള്ളൊരു ആശ്വാസത്തോടെ നമുക്ക് കിടന്നുറങ്ങാം. പിന്നെ നല്ലത് ചെയ്യൂ, അത് എപ്പോഴെങ്കിലും തിരിച്ച് നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കിഷ്ടം പോലെ പണികൾ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ പറയുമല്ലോ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് പണി തന്നവർക്കൊക്കെ പണി കിട്ടുന്നത് ഈ പറയുന്ന പോലെ ഇൻസ്റ്റന്റായി ഇന്ന് എനിക്ക് പണി തന്നു നാളെ അവർക്ക് പണി കിട്ടും എന്നല്ല പറയുന്നത്. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മളത് കാണുന്നുള്ളതാണ്. ഈ നമ്മള് ബാക്കിയുള്ളവരോട് ഇത്രയും പൊളൈറ്റ് ആവുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മള് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മുടെ ലൈഫിൽ ചെയ്യും. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുന്ന ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാർ, കോംപ്രമൈസ് ഇൻ ദ സെൻസ് ഇപ്പോൾ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി വർക്ക് ചെയ്ത് കൊടുക്കുക, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൺസിഡർ ചെയ്യാന്നുള്ളത്. ഇത് നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴേ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യപ്പെടുത്തില്ലേ? തീർച്ചയായിട്ടും നമ്മളത് മാനിപ്പുലേറ്റ്, നമ്മളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവും. അത് രശ്മി ചേച്ചിയല്ലേ അത് പറഞ്ഞാൽ മതി നിന്നോളൂ. ഞാൻ പറഞ്ഞു ഏതൊരു ഇപ്പൊ ഒരു കോയിന് ഇരുവശം ഉണ്ടെന്ന് പറയുന്ന പോലെ എല്ലാത്തിനും പ്ലസും മൈനസും ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം കുറെ കഴിയുമ്പോ നമ്മളത് കോട്ടയം വെക്കുന്നുണ്ടല്ലേ ഇവരെ നമ്മളെ മിസ്യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞിട്ട് നോ പറയേണ്ടത് ആ ഒരു ബോർഡർ ലൈൻ ഉണ്ടല്ലോ, ആ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയാൻ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഈ ഓവർ ദ ഇയേഴ്സ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നോ പറയാൻ പഠിച്ചോ? അത് എളുപ്പമാണോ? നോ പറയാൻ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി, പക്ഷെ നോ പറയാൻ പഠിക്കണം എന്നുള്ളത് അത് ഞാൻ എന്നിൽ സ്വയം വരുത്തി വെച്ചൊരു മാറ്റമാണ്. പണ്ട് എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ഭയങ്കര പീപ്പിൾ പ്ലീസർ ആണോന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം അപ്പോൾ ഞാൻ ചിലയിടത്ത് നമ്മൾ ഡിപ്ലോമാറ്റിക് ആവും. കാരണം അൺനെസസറി കോൺട്രവേഴ്സി നമുക്ക് ഒഴിവാക്കാം, അൺനെസസറി കെയോസ് നമുക്ക് ഒഴിവാക്കാം. പക്ഷെ യെസ് ആ ഒരു ബോർഡർ ലൈനിൽ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. ഇപ്പോ വീട്ടിലൊരു വെൽ നോൺ ഡയറക്ടർ ആണ് ഹസ്ബൻഡ്. സോ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന്റെ മൂവീസിൽ വരുമ്പോൾ താങ്കളെ കൺസിഡർ ചെയ്യാറുണ്ട്? എങ്ങനെയാണ് ആ ഒരു എൻവയോൺമെന്റ്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കല്യാണം കഴിഞ്ഞ് മോനായതിനു ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ
ആ വരവ് പോലും എനിക്കൊരു പക്ഷേ പോസിബിൾ ആയിരിക്കില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഈ ഒരു ജെൻഡർ ഇഷ്യൂ ഉണ്ട് അവിടെ വരുന്നത്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചാണെങ്കിലും പുള്ളിക്കിപ്പം നാളെ ഒരിടത്ത് പോകണമെങ്കിൽ രശ്മി ഞാൻ ഇന്ന് പോകുന്നു എന്നിട്ട് പുള്ളിക്ക് പാക്ക് ചെയ്ത് പോവാം. പക്ഷേ നമ്മുടെ ഒരു സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് പകരമായിട്ട് ഇന്നുന്ന ജോലിക്ക് ഇന്നുന്ന ആൾക്കാരെ പ്ലേസ് ചെയ്തിട്ടാണ് പോകുന്നത്. കുഞ്ഞുങ്ങൾ ചെറുതായ സമയത്ത് എൻ്റെ പാരൻസ്, എൻ്റെ കസിൻസ്, എൻ്റെ ഇൻലോസ് ഇവരുടെയൊക്കെ ഒരു സഹകരണം കൊണ്ടാണ് ഞാൻ വർക്കിന് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ഹ്യൂജ് ഒരു ബാലൻസിങ് ആക്ട് ഭീകരമാണ്. ഇപ്പൊ പിന്നെ പിള്ളേര് വലുതായി സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്തത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അവരവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രാപ്തരായി. അപ്പൊ അതുവരെയുള്ളൊരു ടാസ്ക് ഉണ്ടല്ലോ, ഒരു മാനേജിങ് ടാസ്ക്. അത് വിചാരിച്ച പോലെയല്ല, അത് വല്ലാത്തൊരു ടാസ്ക് ആണ് ബാലൻസ്. പക്ഷെ നമ്മൾ എത്രയൊക്കെ ബാലൻസ് ചെയ്യാൻ പോയാലും ചില നേരങ്ങൾ അത് കയറി ഇറങ്ങിയിരിക്കുമല്ലോ. നമ്മളിപ്പോ ഒരു സിനിമ എടുക്കുമ്പോഴും, ഫോർ എക്സാമ്പിൾ ഒരുപാട് സിനിമകളിൽ കാണിച്ചിട്ടുള്ള ഒരു സീനാണ്, സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ്ങില് ഒരു ഹസ്ബൻഡും ഉണ്ടാവും, ഒരു വൈഫും ഉണ്ടാവും, ഒരു വീട്ടില് മക്കളും ഉണ്ടാവും. ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്, വൈഫിനും ജോലിക്ക് പോകുന്നുണ്ട്. നമ്മൾ ഒത്തിരി കണ്ട ഒരു ക്ലീഷേ ഒരു സീനാട്ടോ. ഹസ്ബൻഡ് എന്താ ചെയ്യാ, പോകുന്നു, ഫ്രഷ് ആവുന്നു, ഡ്രസ്സപ്പ് ചെയ്യുന്നു, ഇടി കോഫി ഉണ്ടോ കോഫി കുടിച്ചിട്ട് പോകുന്നു. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇറങ്ങി പോകുമ്പോൾ മോനെ അതെടുത്ത് കഴിക്കണേ, ഇതെടുത്ത് കഴിക്കണേ, യൂണിഫോം ഇടണേ, ചേച്ചി ആ കാര്യം നോക്കണേ, ഈ കാര്യം നോക്കണേ. ഇത് നമ്മള് ഒരു ഈ ചേച്ചി പറഞ്ഞ പോലെ സൊസൈറ്റിയിലെ ഒരു കണ്ടീഷനിങ് ആണ് അല്ലേ? അത് നമ്മുടെ വരുന്ന ജനറേഷനുകൾ ഫോഴ്സ്ഫുള്ളി മാറ്റിയാൽ മാത്രമേ ഇത് മാറുള്ളൂ. എന്നാലും കുറച്ചൊക്കെ മാറ്റങ്ങൾ ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ആ ഒരു തട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഓക്കെ ചേച്ചി, ഇപ്പൊ എനിക്ക് തോന്നുന്നു സീരിയൽസ് ചേച്ചി ഏകദേശം 40ഓളം സീരിയൽസ്, ഇഫ് ഐ എം നോട്ട് റോങ് അല്ലെ, എബവ് 40 ചെയ്തിട്ടുണ്ട്. അത്രയും തന്നെ സിനിമകളും അറൗണ്ട് 80 above ഉണ്ട്. ഓക്കെ, അപ്പൊ വിക്കിപീഡിയ തിരുത്തേണ്ട സമയമായതാണ്, കുറെ വന്നിട്ടില്ല. ഓക്കെ, ഈ ഇത്രയും നാളത്തെ ഒരു കരിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇച്ചിരി വിഷമമുള്ള ഒരു എക്സ്പീരിയൻസും പറഞ്ഞാൽ ഈ മൂവി കരിയർ അല്ലെങ്കിൽ സീരിയൽ കരിയർ, ത്രൂ ഔട്ട് ഒരു ആക്ടിംഗ് കരിയറിൽ ചേച്ചി എന്തായിരിക്കാം പറയാ? എനിക്ക് തോന്നുന്നു സിനിമയിൽ നമുക്ക് അങ്ങനെ ഭയങ്കരം എന്താ പറയണ്ടേ, പെർഫോമൻസ് ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് ഒന്നും ഇതുവരെ എന്നെ തേടി വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇപ്പം സീരിയൽ എന്ന് പറയുന്നതിൻ്റെ രണ്ട് ഫോർമാറ്റിൽ ഇരിക്കുന്നതിൻ്റെ ആയിരിക്കാം എനിക്ക് ഒരുപാട് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയത് സീരിയൽസിലാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. വിഷമം തോന്നുന്ന കുറെ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൈവെള്ളയെ തന്നിട്ട് പെട്ടെന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ അന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുക്കും, അതേ കോലത്തിൽ വീഡിയോ എടുക്കും. പക്ഷെ മാസങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ ആ ഗാലറി എടുത്ത് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇതെന്തിനായിരുന്നു ഞാനൊന്ന് കരഞ്ഞേ എന്ന് ആലോചിക്കുമ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ഒരു ഭീകര വിഷമം എന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് അപ്പുറം നമ്മൾ തന്നെ ചിന്തിക്കും, ഇതെന്തിനായിരുന്നു നമ്മൾ അന്ന് ഇത്ര വിഷമിച്ചത് അല്ലെങ്കിൽ കരഞ്ഞത്. നമുക്കതൊരു ജോക്കായിരിക്കാം എന്ന് പറയുന്നത് കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെന്ന് കുത്തുന്ന പരിപാടി എല്ലാ മേഖലയിലും ഉള്ളതാണല്ലോ. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഇപ്പം ഐ ഡോണ്ട് കീപ് ഗ്രഡ്ജസ്. കാരണം ഞാൻ പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി. ഐ ഡോണ്ട് കീപ്, അതായത് മൈൻഡ് ഫ്രീ ആക്കി ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടെന്നുള്ളതാണ്. സ്വസ്ഥം സമാധാനമായിട്ടും ഉറങ്ങാം. ഉറക്കം എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, വാട്ട് ഈസ് ഹാപ്പിനെസ് മീനിങ്? ഐ മീൻ ഹാപ്പിനെസ് മീൻസ് ടു യു. സന്തോഷം ചേച്ചി എങ്ങനെ ഡിഫൈൻ ചെയ്യും? നമ്മളിപ്പം പലയിടത്തും വായിച്ചിട്ടും കേട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് മറ്റുള്ളവരിൽ തിരഞ്ഞാൽ നമുക്കത് കിട്ടില്ല. കീപ് അവർ സെൽഫ് ഹാപ്പി എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും നമ്മളെങ്ങനെ ഹാപ്പി ആവും? നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ട്, നമ്മളിപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഭാര്യയാണ്, അമ്മയാണ്, മകളാണ്. അപ്പൊ ഈ എല്ലാ റെസ്പോൺസിബിലിറ്റീസിന്റെ ഇടയിലും കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്നത്. നാളെ ഇവരൊക്കെ ചോദിക്കും, നമ്മളാരും പറഞ്ഞോ നിങ്ങൾ അത് ചെയ്യണ്ടെന്ന്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാം. മറ്റേ ബക്കറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് ചെയ്യില്ലേ, വൺ ബൈ വൺ ഓരോന്ന് ചെയ്യുമ്പം. കാരണം ലൈഫാണ്, നാളെ ഉറങ്ങി എണീക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഈ ഉറക്കം ഫേവറേറ്റ് ആയ ആൾക്കാരാണെങ്കിലും നാളെ രാവിലെ ഞാൻ എണീക്കണം എന്ന് ഉറപ്പില്ല. അപ്പൊ ഇന്ന് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ ഡൂ ദാറ്റ്. നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മാത്രമേ കാണുന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചുറ്റുള്ള ആളുകളും ഒരു പരിധി വരെ നമ്മൾ ചൂസ് ചെയ്യുന്ന സർക്കിൾ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പോസിറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ അത് വലിയൊരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. പിന്നെ ഈ പറയുന്നില്ല, ആരൊക്കെ എന്തൊക്കെ ഉപദേശിച്ചാലും നമ്മൾ അത് ഇങ്ങോട്ട് എടുത്താലേ നമുക്ക് വർക്കാവുള്ളൂ. ചിലത് ഇങ്ങോട്ട് എടുക്കുക, ചിലത് ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളത്. പിന്നെ പലതും നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത്
വലിയ കുഴിയിലേക്കായിരിക്കും നമ്മൾ ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് ചില സമയത്ത് ഇവിടെ വെച്ചോടാൻ ഡിസിഷൻസ് എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ചേച്ചി, ചേച്ചിയുടെ ഇത്രയും വർഷത്തെ ഒരു കരിയർ, ഞാൻ വീണ്ടും ചേച്ചിയുടെ ഒരു ഫുൾ കരിയർ ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ സീരിയലില് അത്യാവശ്യം വേഴ്സിറ്റാലിറ്റി ചേച്ചിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് സിറ്റ്കോംസ് ചേച്ചി ഒത്തിരി ചെയ്തിട്ടുണ്ട്, മനസ്സ് പറയുന്ന കാര്യങ്ങൾ, കുറേ സിറ്റ്കോംസ്, കൂടുതലും കോമഡി റോൾസും നമുക്ക് ചേച്ചിയുടെ കാണാൻ പറ്റിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സീരിയലിൽ. എനിക്കൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളൊരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ ഒതുക്കപ്പെട്ടിട്ടില്ല. ചില ആർട്ടിസ്റ്റുകൾക്ക് പറ്റിപ്പോകുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് കരയുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ ആങ്കർ ആ ടൈപ്പ് ക്യാരക്ടേഴ്സ് വില്ലൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ സീരിയലിൽ എനിക്ക് ഒരുപാട് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നുണ്ട്. കാരണം ആരും അയ്യോ ആ ക്യാരക്ടർ അവർക്ക് കൊടുത്താൽ അവരത് ചെയ്യുമോ എന്നൊരു കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ കറന്റ്ലി ഞാൻ 2 സീരിയൽസ് ചെയ്യുന്നുണ്ട്, രണ്ടും നെഗറ്റീവാണ്. പക്ഷെ അവിടെ ഞാൻ ട്രൈ ചെയ്യുന്നത് എങ്ങനെ ആ നെഗറ്റീവ്നെസ്സിൽ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്നു. ഒരു ക്ലാസി നെഗറ്റീവാണ്, ഒന്ന് തനി എന്താ പറയേണ്ട ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ നെഗറ്റീവാണ്. അപ്പം നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് അവിടെ എന്തൊക്കെ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടിട്ട് അതിന് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ആ ഡിഫറൻസ് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴാണ് ദാറ്റ് ഈസ് വർക്കിംഗ്. അതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എന്താണോ ഒരു ഇൻപുട്ട് ഉദ്ദേശിച്ചത് അത് ഔട്ട്പുട്ടിൽ വരുന്ന കാണുമ്പോൾ ആ സന്തോഷമുണ്ട്. സോ ഞാൻ എന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഈ പ്രേക്ഷകരിൽ, കുടുംബ പ്രേക്ഷകരിൽ എസ്പെഷ്യലി കുറച്ചുകൂടെ അടുക്കാൻ സീരിയൽ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ പറയുന്ന പോലെ ഡെയിലി നമ്മൾ അവരുടെ മുന്നിലേക്ക് ചെല്ലല്ലേ, അവരെ ഓണാക്കുമ്പം നമ്മൾ അവരുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അപ്പം ഈ പറയുന്ന പോലെ എവിടെ പോയാലും ആരെങ്കിലും 1-2 പേരോ നമ്മളെ തിരിച്ചറിയുള്ളൂ. പക്ഷെ പലപ്പോഴും പല ആൾക്കാരും തിരിച്ചറിയുന്നത് ദൂരദർശനിൽ ചെയ്ത ആ കഥാപാത്രങ്ങളാണ്. അതെ, പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അങ്ങാടിപ്പാട്ടെന്ന് വെച്ചാൽ ആർ ഗോപി സാറിന്റെ സീരിയലുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഏതോ ട്രിപ്പിന് പോയപ്പോ മോൻ ഛർദ്ദിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അപ്പൊ അടുത്തുള്ളൊരു വീട്ടിൽ കയറി വെള്ളമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു പാക്കറ്റ് ചിപ്സ് വന്നു. അപ്പൊ ഞാൻ വെച്ചു അവരുടെ വീട്ടിലുണ്ടാക്കണതോ കുടുംബശ്രീയുടെ സംതിങ് ആണ്. അവൻ എത്രയായി? അയ്യോ അല്ല, സീതക്കുട്ടിക്ക് തന്നതാ എന്ന വിഷമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇത്രയും തന്നെ എന്നെ ആ ഒരു ക്യാരക്ടർ. അതൊക്കെ നമ്മൾ സംബന്ധിച്ച് ഒരു അപ്രിസിയേഷൻ അല്ലേ. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന എന്തിനാ? നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയണം എന്നുള്ള ഒരു ആഗ്രഹം എന്തായാലും ഉണ്ടാവും. സോ ആ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ ചേച്ചി, പക്ഷെ സിനിമകളിലുണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ചേച്ചിയാണ് ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ എന്റെ വളരെ അടുത്തൊരു സുഹൃത്താ, പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പുള്ളിക്കാരനെ ഫസ്റ്റ് കാണുന്നത് ജ്വാലയായില്ല. ആൻഡ് ഇപ്പോ അമ്മയും മൂകാംബികയിലും ചേച്ചി ഞാൻ അതിലാണ് പറഞ്ഞത്, ഞാൻ കുറച്ചും കൂടി ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചു. ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അതിലൊക്കെ കുറച്ച് ഡിഫറൻസ്, നമ്മളെ നോർമൽ സാധനത്തിന് കുറച്ചൊന്ന് മാറ്റപ്പെടുക, ലുക്ക് വൈസ് ആണെങ്കിലും ശ്രമിച്ചിട്ട് വന്ന സാധനം. അതിനിപ്പോ അത്യാവശ്യം എനിക്ക് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. അതല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും വർഷം നമ്മൾ ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഇപ്പൊ നമ്മള് ഫിലിം ഇൻഡസ്ട്രി എടുക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയോ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ചേച്ചി കുറച്ചുകൂടെയൊക്കെ ചേച്ചിക്ക് വേഴ്സിറ്റാലിറ്റി ഉള്ള റോൾസും കുറച്ചുകൂടെയൊക്കെ ഒരു ലെങ്ത് ഉള്ള റോൾസും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സീരിയൽസ് കാണുമ്പോൾ അത്രയും ചേച്ചിക്ക് കുറെ കൂടി എന്താ പറയുക ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സിനിമയിൽ എനിക്ക് കുറച്ചുകൂടി നല്ല റോൾസ് കിട്ടണമായിരുന്നു, ഞാൻ ഡിസേർവ് ചെയ്യുന്നു? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഐ ഡിസേർവ് മോർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി ഒരു പെർട്ടിക്കുലർ ടൈമിലൊക്കെ ഞാൻ അത്ര ബോധേഡ് ആയിരുന്നില്ല, വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ റിയലി എനിക്കറിയാം ഐ ഡിസേർവ് സംതിങ് മോർ എന്നുള്ളത്. അത് എന്നിലേക്ക് വരുന്നു എനിക്കറിയാം. ഹോപ്പ്, പ്രതീക്ഷയാണല്ലോ നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ ചേച്ചിയുടെ ഈ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണ്? അതായത് പ്രാർത്ഥനയാണോ, കോൺഫിഡൻസ് ആണോ, ഒരു എക്സ് ഫാക്ടറിലുള്ള വിശ്വാസമാണോ, അതോ കർമ്മയാണോ, അതോ മാനിഫെസ്റ്റേഷൻ ആണോ? എന്താണ്? ഐ ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ നമ്മളിപ്പോ കണക്ട് ആയതെന്താണ് എനിക്ക് മനസ്സിലായി. പിന്നെന്താ അറിയോ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ജെന്യുവൻ ആയിട്ട് ആഗ്രഹിക്കണം എന്നുള്ളതാണ് അല്ലെ, അത് നമ്മളിലേക്ക് എപ്പോഴെങ്കിലും ആയിട്ട് വന്നിരിക്കും. കാരണം ഈ ഹോപ്പ് എന്ന സാധനം ഇല്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് പിന്നെ എന്താ പ്രതീക്ഷയുള്ളത് അല്ലേ? ആ ഹോപ്പ്, ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയി പോകും. എപ്പോഴെങ്കിലും ആരുടെങ്കിലും, അതായത് ഇപ്പൊ ഡയറക്ടേഴ്സിന്റെ അടുത്ത് എസ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടോ ചേട്ടാ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ നല്ല റോൾസ് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ടാണ് എന്നെ അപ്രോച്ച് ചെയ്യാത്ത ആ രീതിയിൽ? ഇല്ല, അങ്ങനെ ഞാൻ ഒരു സംവിധായകനോട് ചോദിച്ചിട്ടുണ്ട്, മിസ്റ്റർ ബോബൻ സാമുവലിനോട്. ബോബൻ സാമുവൽ
കാരണം അവിടെ നമുക്ക് അതാവുമ്പോ നമുക്ക് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ചോദിക്കാം. ചോദിക്കാലോ. പക്ഷെ കിട്ടിയിട്ടില്ല. കിട്ടുമായിരിക്കും. കുത്തിനെ പിടിച്ച് ചോദിക്കണം ചേച്ചി. അല്ല നിങ്ങൾ ആക്ച്വലി ഇത്രയും പടങ്ങൾ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ കേറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അൽമല്ലൂർ ഒരു ക്യാരക്ടർ തന്നത്. അതെ അല്ലേ? അപ്പൊ ഇനി അടുത്തതിൽ എന്തെങ്കിലും നല്ല കാരണം അവിടെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. ധൈര്യമായിട്ട് ചോദിക്കാം. മറ്റേത് അവർക്കും കൂടി തോന്നണല്ലോ ഈ കഥാപാത്രത്തിന് രശ്മി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആപ്റ്റ് ആണെന്ന് സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും തോന്നിയാൽ മാത്രമേ എന്നെ വിളിക്കുള്ളൂ. അപ്പൊ അതിനുള്ള തോന്നലുകൾ നല്ല നല്ല സംവിധായകർക്കും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും ഉണ്ടാവട്ടെ. ഈ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളിവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ, അതായത് ഡയറക്ടേഴ്സിനെയോ പ്രൊഡ്യൂസേഴ്സിനെയോ കീപ്പ് ഇൻ ടച്ചിലായിരിക്കുക എന്നുള്ളത്. വെറുതെ ഒരു ഗുഡ് മോർണിംഗ് അയക്കുക, ചേട്ടാ സുഖമാണോ, ഞാൻ അതിൽ ഭയങ്കര പിന്നോട്ടാണ്. ആണല്ലേ? ഭയങ്കര പിന്നോട്ടാണ്. നമുക്കിങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ കാര്യം കാണാൻ വേണ്ടിട്ട് ഒരാളെ പേർപ്പസ്ഫുള്ളി എനിക്ക് അത് ശീലമില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ കാണുമ്പോൾ ഹായ് ഹലോ ബൈ, പക്ഷെ ഒരു റെഗുലർ കോണ്ടാക്ട് കുറച്ച് പിന്നോട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഡെയിലി ഓരോ അപ്ഡേറ്റ്സ് ഇടുന്നു. പലപ്പോഴും ഈ ഞാൻ പറയും ഒരു ഫോട്ടോ ഇടുമ്പോൾ ആരെങ്കിലും കാസ്റ്റിംഗ് ഡയറക്ടർ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓ ഈ ചേച്ചി ജീവനോട് ഇരിപ്പുണ്ട്, എന്നാ പിന്നെ നമുക്ക് ആ ക്യാരക്ടർക്ക് ഈ ചേച്ചിയെ വിളിച്ചാലോ, അങ്ങനെയൊക്കെ അത് എന്റെ സ്വന്തം PR വർക്കാണ് ഈ ഇൻസ്റ്റയിലുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂ ജനറേഷൻ PR വർക്ക് വേറെ ആരുമല്ല ചെയ്യുന്നത്, ഞാൻ തന്നെ. പിന്നെ നമുക്ക് വേണ്ടി പറയാൻ നമ്മളല്ലേ ഉള്ളൂ. ഈ പറയുന്നത് പോലെ ജോലി ചോദിക്കുന്നത് ഒരിക്കലും തെറ്റല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കും ശരിയാ, ആ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, നമ്മള് ജോലിയാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കും, ഞാനിപ്പോ ചോദിക്കും ഇപ്പൊ ഇതാരും കാണുന്നുണ്ടെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ചെയ്താൽ ശരിയെന്ന്, അങ്ങനെയല്ലേ പറയാൻ പറ്റും. എന്നെ വിളിക്കണേ. അടിപൊളി. അടുത്തത് ഇനിയും നമുക്ക് സെഗ്മെന്റ് ഉണ്ട്. ആ സെഗ്മെന്റിലോട്ട് കയറുന്നതിന് മുന്നേ ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് ആർട്ടിസ്റ്റ് ആണ്, ഒരു മീഡിയയിൽ നിൽക്കുന്ന ഒരു മീഡിയ പേഴ്സൺ ആണ്, ഈ ഇതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. അതായത് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ടാഗ് മാറ്റി നിർത്താം, ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു സീരിയൽ, ഇതെല്ലാം നമുക്ക് മാറ്റി നിർത്തിയാലേ ആക്ച്വലി റിയലി രശ്മി ആരാണ്? അത് തന്നെയാണ് ഞാൻ കണ്ടെത്താൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൂ ആം ഐ എന്നുള്ളത് അത് വലിയ ചോദ്യമാണ്. നമ്മളെ തിരിച്ചറിയാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ 2 ദിവസം മുന്നേ ഇങ്ങനെ ഒരു സാധനം പോസ്റ്റ് വെച്ചിട്ട് വാട്സാപ്പിൽ എനിക്ക് നല്ല നല്ല കോട്ട്സ് കാണുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ ഇടും. നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാന്ന് പറയുന്ന സാധനം. ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത്, വൈ വാസ് ദാറ്റ് എലിമെന്റ് ട്രിഗറിങ് മീ, അതിനൊക്കെ കണ്ടെത്തുക പറയില്ലേ. ഇപ്പം ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇപ്പം ചില സിറ്റുവേഷനിൽ എനിക്കിങ്ങനെ ചില കാര്യങ്ങൾ പറയാൻ, ഇന്റർവ്യൂ അല്ലാതെ ലൈഫിൽ ചില സിറ്റുവേഷനിൽ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത്, ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് എന്നെ അത്ര ട്രിഗർ ചെയ്തത്, അങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ സ്വയം ഉത്തരം കണ്ടെത്തുമെന്നുള്ളത്. ഇതൊന്നും വേറെ ആർക്കും ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. കാരണം എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ്, ഞാൻ എന്താണ് ഗോ ത്രൂ ചെയ്തത്, അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമ്മുടെ മാത്രം ഹെഡേക്ക് ആണ്. അപ്പം നമ്മളെ പോളിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സോ ഹൂ ആം ഐ, ഹൂ ഇസ് രശ്മി എന്നുള്ള ചോദ്യത്തിന്റെ കണ്ടെത്തലുകളാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ച് വർഷങ്ങളൂടി കഴിയുമ്പോൾ ഞാൻ കണ്ടെത്തുമായിരിക്കും. അപ്പൊ ഞാൻ പറയാം ഇപ്പൊ എവിടെ എത്തി. കാരണം ഇപ്പൊ ഞാൻ രശ്മി എന്നുള്ളത് നിങ്ങളൊക്കെ കണ്ടെത്തേണ്ട ഉത്തരവാണ്. ഞാൻ ഇതുവരെ ഫുള്ളായിട്ട് കണ്ടെത്തിയിട്ടില്ല. ചില സമയത്ത് എനിക്ക് തോന്നും ഐ എം ദ പ്യൂറസ്റ്റ് സോൾ, ചില സമയത്ത് എനിക്ക് തോന്നും ഐ എം ദ വെരി അഡ്ജസ്റ്റിംഗ് ലവിങ് വൈഫ്, ചില സമയത്ത് എനിക്ക് തോന്നും ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉടായിപ്പ്, ചില സമയത്ത് എനിക്ക് തോന്നും ഐ ആം ദ സൈക്കോ എന്ന് തോന്നും. പപ്പുച്ചേട്ടൻ്റെ ഡയലോഗ് പറയും, അപ്പൊ അതാ ഞാൻ ഇപ്പൊ തൽക്കാലം എന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ രശ്മി ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റുള്ളൂ. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. രശ്മി ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ബീങ് ഏറ്റവും വലിയൊരു താങ്കളുടെ വീക്ക്നെസ് അല്ലെങ്കിൽ വീക്ക് പോയിന്റ് എന്താണ്? എൻ്റെ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്സ്, എൻ്റെ ചുറ്റും നിൽക്കുന്ന ബന്ധങ്ങൾ, അതെല്ലാം എൻ്റെ സ്ട്രെങ്ത്തും അത് തന്നെയാണ്, എൻ്റെ വീക്ക്നെസ്സും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലോട്ട് കൂടി പോവാം. ചേച്ചി അഭിനയിച്ച ചില ചിത്രങ്ങൾ അല്ല സീരിയലുകളും ഉണ്ട്. ഓക്കെ, അതായത് സീരിയൽസോ സിനിമ. ഓക്കെ, സിനിമയുടെ പേര് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ പറയും, ചേച്ചി അത് കണ്ടുപിടിക്കുക ഏതാണ് സിനിമ അല്ലെങ്കിൽ സീരിയൽ എന്നുള്ളത്. അതെ, ഇതിന്റെ ആൻസർ എനിക്ക് പറഞ്ഞുകൂടാന്നുള്ളതാണ് അതിന്റെ സത്യം. ഓക്കെ, സോ ആദ്യത്തെ പേര് സ്ട്രീറ്റ് സോങ്. സ്ട്രീറ്റ് തെരുവ്, അങ്ങാടിപ്പാട്ട്. അതന്നെ, അങ്ങാടിപ്പാട്ട്.
അരമന രഹസ്യം നാട് മുഴുവൻ അവസാനല്ലേ? അങ്ങാടി ഓക്കെ ഓക്കെ, ഇതാണ് നൊസ്റ്റുമാണ് 90s കിഡ്സിന് നമുക്ക് ഞാൻ ഇതൊക്കെ. നേരത്തെ പറഞ്ഞു ജ്വാലയായി, അങ്ങാടിപ്പാട്ട്. ഓക്കെ, ബേണിംഗ് ബ്രൈറ്റ്ലി, അത് തന്നെ. ബിയോണ്ട് ദ മൈൻഡ്, മനസ്സിനക്കരെ ഫസ്റ്റ് മൂവി. എക്സാക്ട്ലി. ഓക്കെ, കൈൻഡ്നെസ്. കൈൻഡ്നെസ് സീരിയലാണല്ലോ അല്ലെ? ദയ, എക്സാക്ട്ലി, അത് തന്നെയാണ്. ജലസി ഫ്ലവേഴ്സ്, അസൂയപ്പൂക്കൾ. അത് തന്നെ, ആലോചിക്കേണ്ടിയേ വന്നില്ല. അതെന്റെ ഫസ്റ്റ് വർക്കാടാ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഫ്ലവർ ഓഫ് പെയിൻ, നൊമ്പരപ്പൂ. എക്സാക്ട്ലി. ഇതിനെ നമുക്ക് തോപ്പിക്കാൻ പറ്റില്ല എന്നാ തോന്നുന്നത് ചേച്ചിന് ഈ റൗണ്ടില്. ഓക്കെ, റൗഡി കിങ്. എന്ത് രാജാവ്? 10-1 മാർക്ക് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ല. തമിഴ് സിനിമയൊക്കെ കാണാറില്ലേ? ഓക്കെ, വിജയും അശ്വിനും അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അതിൽ അദ്ദേഹം ഒരു റൗഡിയുടെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, പക്ഷെ പോലീസ് വേണം. ആ സിനിമയുടെ പേരെന്താണെന്നറിയും? ഓർമ്മ ശോകമാണ്. സിനിമയ്ക്ക് ഓർമ്മ. ചേച്ചി തല്ലിപ്പൊളിയുടെ വേറൊരു വാക്ക്. ഞാൻ വേറെ വല്ല ഉത്തരം പറഞ്ഞു. പോട്ടെ, ഉത്തരം പറ. പോക്കിരി രാജ. എന്നാ നിങ്ങൾക്ക് തെറ്റി, ഞാൻ അതിൽ അഭിനയിച്ചിട്ടില്ല ചേട്ടാ. ഞാൻ അഭിനയിക്കാത്ത പടങ്ങൾ എനിക്ക് തന്ന ഞാൻ ഉത്തരം പറയൂല. അത് ഞാനല്ല. എന്റെ അഭിനയം ഇങ്ങനെയല്ല. ഒത്തില്ല. Words said by the heart. ഹൃദയം കൊണ്ട് പറയുന്ന വാക്കുകളോ? അതിന്റെ ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. ഹൃദയമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, മനസ്സ്. മനസ്സ് പറയുന്ന കാര്യം. ഇത് ഞാൻ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഡസ്കി സ്കൈ. അതിന് നമ്മള് ഒരു പുഷ്പത്തിന്റെ പേരും കൂടെയാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഡസ്കി സ്കൈ എന്ന് നമുക്ക് പറയാം. ശ്യാമാംബരം. ക്യാരക്ടർ വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ സീരിയൽസിലുള്ള. ഓക്കെ, അപ്പോ ചേച്ചി സക്സസ്ഫുള്ളി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തന്നിരിക്കുകയാണ്. ഇതിനൊരു സമ്മാനം നമ്മൾ തരും. അപ്പൊ നിങ്ങളൊരു ചോദ്യം തെറ്റായി ചോദിച്ചതിന് എന്ത് ചെയ്യണം? അതിന് അപ്പൊ ചേച്ചി ഒരു പെനാൽറ്റി പറഞ്ഞോ? ഇതിപ്പോ പരീക്ഷ കഴിഞ്ഞപ്പോഴേ അതെ ഉത്തരൊക്കെ കറക്റ്റ് ആയിരുന്നു. ചോദ്യം തെറ്റിപ്പോയി നമ്മൾ ഗ്രേസ് മാർക്ക് തരും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ ഒരു പരിപാടി. ഓക്കെ, അപ്പൊ ചേച്ചി എന്താണ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? അതായത് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, സീരിയൽസ് ചെയ്തു, സിനിമകൾ ചെയ്തു, ഇപ്പൊ സർവ്വമായവരെ വന്ന് നിൽക്കുന്നു. നെക്സ്റ്റ് എന്തെങ്കിലും പ്രോജക്ട്സ് കയ്യിലുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഘട്ടം അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് ചേച്ചി മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്? പ്രോജക്ട്സ് ഒക്കെ 1-2 സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമയൊക്കെ സംബന്ധിച്ച് നമ്മൾ അവിടെ അഭിനയിക്കാൻ പോയി ആക്ഷൻ കട്ട് കഴിഞ്ഞാൽ എന്നിട്ട് മാത്രമേ നമുക്കത് ഇതിലെടുക്കാൻ പറ്റുള്ളൂ എന്നതാണ്. സോ നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ ഈ പറയുന്ന പോലെ ഹോപ്പ്, നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ. എനിക്കും നടക്കട്ടെ, നിങ്ങൾക്കും നടക്കട്ടെ. എല്ലാരും നല്ല ഹോപ്പിൽ മുന്നോട്ട് പോട്ടെ. അപ്പൊ എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി അധികം ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാറില്ല. നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വട്ടമിട്ട് പിടിച്ചതാണ്. ഫൈനലി നമുക്ക് കിട്ടി ചേച്ചിനെ നമ്മുടെ മുന്നിൽ. സോ ഭയങ്കര നല്ല രസമായിരുന്നു ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ. ഓക്കെ, ഒരുപാട് സന്തോഷം. ആൻഡ് ചേച്ചി നമ്മളിപ്പോ ഉള്ളത് കലൂരിലെ 90 മില്യൺ എന്ന് പറയുന്ന കഫേയിലാണ്. സോ അവരാണ് നമുക്ക് ഈ ഒരു ഫുൾ ഒരു ആക്ച്വലി നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഇടയിലെ ഇവിടെ നല്ല കോഫിയുടെ മണക്ക വന്നിട്ട് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. കോഫി കുടിച്ചിട്ട് പോവാം തീർച്ചയായിട്ടും. അപ്പൊ എല്ലാരും ഈ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. അതെ. അപ്പൊ എല്ലാരും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ആൻഡ് ഇവര് അത്രയും അധികം നമ്മളെ സഹകരിച്ചു എന്നുള്ളതാണ്. ഇവിടുത്തെ സ്റ്റാഫ്സും നമ്മൾ ഇന്റർവ്യൂസിന് ഇടയ്ക്ക് കുറെ അവരുടെ വർക്കും കുറച്ചൊന്നും മടങ്ങിപ്പോയി എന്നുള്ളത്. സോ എനിവേ താങ്ക്സ് ടു 90 മില്യൺ കഫേ.